ഖിയാമത്തിന്റെ ദിവസം എല്ലാവരും എന്റെ കൊടിക്ക് കീഴെയായിരിക്കും. യന്തമിറുൽ ഫറജ്, ഒരു മോചനം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും എന്റെ പിന്നാലെ അണിചേരും. എന്റെ കയ്യിൽ ഹംദിന്റെ കൊടി, ഇത് അള്ളാഹു സ്തുതിക്കപ്പെട്ട റബ്ബ്, മഹ്മൂദായ റബ്ബ്, അവന്റെ റസൂല് മുഹമ്മദായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ, ഇവിടുന്ന് പോയാലും ആലോചിക്കാൻ. അള്ളാഹു സ്തുതിക്കപ്പെടുന്നവൻ അല്ലേ? അൽഹംദുലില്ലാഹ്. നബി മുഹമ്മദ് സ്തുതിക്കപ്പെടുന്ന നബി. നാളെ ഖിയാമത്തിൽ ഏന്തുന്ന കൊടി ലിവാഉൽ ഹംദ്, സ്തുതിയുടെ കൊടി. ഇങ്ങനൊക്കെ ഈ പേര് വെക്കപ്പെട്ടതിന് പൊരുളുകളില്ലേ? ആ പൊരുളുകളെ പറ്റി അഗാധമായിട്ട് ആലോചിക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് മദീനയിലേക്കുള്ള പാത, എന്തിനായി പ്രകീർത്തനം, എന്തിനായി കീർത്തനം, സ്തോത്രങ്ങൾ, പ്രകീർത്തനങ്ങൾ, സ്തുതികൾ. ഞാൻ കൊടിയേന്തി നടക്കും. ലോകരായ ലോകരൊക്കെ എന്റെ കൂടെ നടക്കും. ഹത്താ ആതി ബാബൽ ജന്ന, ഞാൻ സ്വർഗത്തിന്റെ വാതിലോളം എത്തും. ഞാൻ അത് തുറക്കാൻ ആവശ്യപ്പെടും. ഫയുഖാൽ, അപ്പ ചോദിക്കപ്പെടും, മൻ ഹാദാ, ആരാണീ വന്ന് നിൽക്കുന്നതെന്ന്. ഫഅഖൂൽ, ഞാൻ പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യുഖാൽ, അപ്പ പറയപ്പെടും, മർഹബൻ ബി മുഹമ്മദി, മുഹമ്മദിന് സ്വാഗതം എന്ന് സ്വർഗത്തിന്റെ വാതിൽക്കൽ പറയപ്പെടുമ്പോ എന്റെ റബ്ബിനെ ഞാൻ കാണുമ്പോൾ ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ സുജൂദിൽ വീണ് കിടക്കും. ദേഖ് കെ ജിസ്കോ ജി നഹീ ധർത്താ ശഹർ മദീന ഐസാ ഹേ, കണ്ടാലും മതി വരാത്ത നഗരിയാണ് മദീന. ദേഖ് കെ ജിസ്കോ ജി നഹീ ധർത്താ ശഹർ മദീന ഐസാ ഹേ, ആँखों को जो ठंडक बख्शा गुंबद खिजरा ऐसा है. देख के जिसको जी नहीं धरता ശഹർ മദീന ഐസാ ഹേ, കണ്ടാലും മതി വരാത്ത പട്ടണമാണ് മദീന. ആँखों को जो ठंडक बख्शा, കണ്ണുകൾക്ക് കിട്ടിയോള് കുളിരോർക്കുമ്പോഴോ ഗുംബദ ഖിസ്റാ